Am I audible? Say yes or no. Yes, ma'am. Okay. So, see, what do you know about plant kingdom? നിങ്ങൾക്ക് എന്താ അറിയാം പ്ലാൻ കിങ്ഡത്തിനെ പറ്റി? നമ്മളിപ്പം നിങ്ങളുടെ പ്ലസ് ടു എക്സാംസിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ക്ലാസിഫിക്കേഷൻ ആണ്, റൈറ്റ്? മെയിൻലി പ്ലാൻ കിങ്ഡം ഇസ് ഇൻവോൾവ് ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ്, നമ്മൾ ഗ്രൂപ്പ് ചെയ്യല്ലേ ചെയ്യുന്ന പ്ലാന്റ്സിനെ. സോ സി ഫ്രം ദ വെരി ബിഗിനിങ്, അതായത് നമ്മുടെ എല്ലാ കാലത്തും നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ലിവിങ് തിങ്സിനെ നമ്മൾ പ്ലാന്റ്സും ആനിമൽസും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെ? സോ നമ്മൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരുന്നതാണ്. ഓക്കെ, ലൈക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത്. അതിൽ ഐ ഹാവ് പിക്ഡ് ഫ്യൂ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് സോ ദാറ്റ് ഐ ക്യാൻ ജസ്റ്റ് ബ്രീഫ് ഇറ്റ് ഔട്ട് ഇൻ 1 hour. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മിസ് കുറച്ച് ടോപ്പിക്സ് സെലക്റ്റീവ് ആയിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി. നോട്ട്സ് നിങ്ങൾക്ക് പിന്നെ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ മിസ് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, സാറിനെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഐ തിങ്ക് എവരിവൺ നോ മലയാളം, റൈറ്റ്? Tell me. Okay. See, we divide living things into two major categories. What are that? What are that? Plants and animals, right? See, we know that നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും പിന്നെയും ഫർദർ കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ? സോ നമ്മൾ ലിവിങ് തിങ്സിനെ പിന്നെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? We have classified them into, come on, at least you can read, right? See, bacteria, protistans, fungi, plantae, animae. So this is the major classification, right? ഇതാണ് നമ്മൾ മെജോറിറ്റി നമ്മുടെ കൺവീനിയൻസിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, സോ സി, നമ്മുടെ കിങ്ഡം പ്ലാന്റൊക്കെ അകത്ത് നമുക്ക് എല്ലാ പ്ലാന്റ്സിനും ഇൻക്ലൂഡ് ചെയ്യാം, റൈറ്റ്? ഫ്രം ടൈനി മോസസ് ടു ജയന്റ് ട്രീസ്. അപ്പം എല്ലാ പ്ലാന്റ്സും മൾട്ടി സെല്ലുലാർ യൂകാരിയോട്സ് ആണ് വിത്ത് സെൽ വാൾസ്, റൈറ്റ്? Am I right? So ഈ പ്ലാന്റ് സെൽ വാളില് plant cell wall and fungi cell wall തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? What is the difference between plant cell wall and fungi cell wall? See, plant cell walls, what do you have? You have something, right? Which is not present in. See, plant cell wall is made up of cellulose, right? Fungi cell wall എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? Chitin അല്ലേ? സോ അതാണ് മെയിൻലി പ്ലാന്റ്സും ഫംഗസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഓക്കെ, അപ്പം ഈ സെല്ലുലോസിക് സെൽ വാൾ ആണ് നമുക്ക് പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്നത്, വിച്ച് ഇസ് ആബ്സെന്റ് ഇൻ ഫംഗൈസ്, റൈറ്റ്? സോ എന്താണ് ഇതിന്റെ പ്രത്യേകത? വാട്ട് ഇസ് ദ ലൈക് പെക്യുലാരിറ്റി ഓഫ് യുവർ പ്ലാന്റ്സ്? They make food with the help of photosynthesis, right? See, you have this chlorophyll pigment which has a huge role in photosynthesis, right? By which you make food. See, which are the two types of chlorophylls that you find? നമുക്ക് അറിയാവുന്ന രണ്ട് ക്ലോറോഫിൽ ഒന്ന് നെയിം ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും? We have chlorophyll A and chlorophyll B, right? Which means what? എല്ലാ പ്ലാന്റ്സിനും ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ഉണ്ട്. അത് എന്തിനാണ് നമ്മൾ ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും യൂസ് ചെയ്യുന്നത്? What do you mean by saying that plants have chlorophyll A and chlorophyll B? That means they are autotrophic, right? See, നമ്മൾ വീനസ് ഫ്ലൈ ട്രാപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? Do you know regarding Venus flytrap? Have you heard? See, Venus flytrap എന്ന് പറയുന്ന പ്ലാന്റ് ന്യൂട്രീഷൻ എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത്? മറ്റ് ഓർഗാനിസംസിന്റെ സഹായത്തോടു കൂടിയല്ലേ, റൈറ്റ്? അപ്പം ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ക്ലോറോഫിൽ ഇല്ലാത്ത പ്ലാന്റ്സിന് എക്സെപ്ഷൻസ് ഉണ്ട്. വി നോ ദാറ്റ് ഇറ്റ് ഇസ് വീനസ് ഫ്ലൈട്രാപ്പ്, റൈറ്റ്? സോ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇൻസെക്ട്സിനെ അല്ലേ കൺസ്യൂം ചെയ്യുന്നത് ന്യൂട്രീഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ് ഇസ് ഇറ്റ്. സോ അങ്ങനെ എക്സെപ്ഷൻസ് ആർ ദേർ ഫോർ what? Chlorophyll pigments, right? So see, am I audible? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? Yes, ma'am. ഇത് എന്ത് ഫ്ലവർ ആണ്? ദിസ് ഇസ് എ ഹിബിസ്കസ് ഫ്ലവർ, റൈറ്റ്? അല്ലേ?
അപ്പൊ നമ്മള് ഈ ഹിബിസ്കസ് ഫ്ലവറിനുള്ളിൽ ഇപ്പൊ ഇതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഗ്യാമീറ്റ്സിനെ കണ്ടൂടെ? മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ആർ പ്രസന്റ്, റൈറ്റ്? സി, റൈറ്റ് സൈഡിൽ ഒരു പാർട്ട് കാണാൻ പറ്റുന്നുണ്ട്, മിഡിൽ സൈഡിൽ ഒരു പാർട്ട് കാണാൻ പറ്റുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു പാർട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഏതാണ് മെയിൽ ഗ്യാമീറ്റ്, ഏതാണ് ഫീമെയിൽ ഗ്യാമീറ്റ്? സി, നമ്മുടെ എക്സ്ട്രീമിറ്റീസിൽ നിൽക്കുന്നത് മെയിൽ ഗ്യാമീറ്റും അതിന്റെ സെന്റർ പോർഷനിൽ നിൽക്കുന്നത് ഫീമെയിൽ ഗ്യാമീറ്റും അല്ലേ? ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് നമുക്കറിയാം ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്, റൈറ്റ്? ഇതിനകത്ത് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്? ഇറ്റ് ഇസ് ഇവോൾവ്ഡ് ഇൻ അല്ലെങ്കിൽ ഇറ്റ് ഇസ് എക്വിപ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മളെ എംബ്രിയോക്ക് ന്യൂട്രീഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തേക്കുന്നത്, അല്ലേ? നമ്മളിപ്പോ ടോർട്ടോയ്സോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഫംഗൈനെയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോംപ്ലക്സിറ്റി നമുക്ക് സച്ച് ഓർഗാനിസംസിൽ കാണാൻ പറ്റില്ല. ഓക്കെ, സോ പ്ലാന്റ്സിന് ശേഷം വന്ന കിങ്ഡംസ് ഒക്കെ ഓക്കെ എല്ലായിടത്തും നമുക്ക് ഡിഫറെന്റ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സോ non-reproductive, usually, the extra structures that you can see, which are around these reproductive structures, they are composed of normal cells, okay, rather than non-reproductive cells. So, നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഇവിടെ പെറ്റൽസ് കാണാൻ പറ്റുന്നുണ്ട്, റൈറ്റ്? സെപ്പൽസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ സെൽസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസറി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്, ബട്ട് ദേ വിൽ ബി non-reproductive structures or non-reproductive cells. അത് കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റും? ചുറ്റിനുള്ളത് ഒരു കോംപ്ലക്സ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ പെറ്റൽസും സെപ്പൽസും ഒക്കെ ഗ്യാമീറ്റ്സ് ഉണ്ടോ? ഇല്ലല്ലോ. ദേ ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് സെൽസ് ഇൻ ദി സ്ട്രക്ചേഴ്സ്. പക്ഷെ കൂടുതലും പ്ലാന്റ്സിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇൻ പ്ലാന്റ് കിങ്ഡം വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, റൈറ്റ്? അപ്പൊ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഉണ്ടായിരിക്കും. ബോഡി പാർട്സ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഉണ്ട്, സീഡ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് മൊത്തം പ്ലാന്റ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ബ്രയോഫൈറ്റ്സ്, ടെർഡോഫൈറ്റ്സ്, ജിംനോസ്പോംസ്, ആൻജിയോസ്പോംസ്, അങ്ങനെ ക്ലാസിഫൈ ചെയ്തൂടെ നമുക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ മക്കളെ? ഇതെന്താ സാധനം? ഇതെന്താ സാധനം? ബ്രയോഫൈറ്റ്സ് അല്ലേ? ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിവിഷൻ ബ്രയോഫൈറ്റ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയാ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? മോസസ് ഉണ്ട്, ലിവർ വോട്ട്സ് ഉണ്ട്, ഹോൺ വോട്ട്സ് ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ബ്രയോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? സീഡ്ലെസ് ആണ്. ഓക്കെ, അതാണ് നിങ്ങൾ മെയിൻലി ചിന്തിക്കേണ്ട കാര്യം. എന്താ വെച്ചാൽ അവര് കമ്പാരിറ്റീവ്ലി സ്മോളർ പ്ലാന്റ്സ് ആണ്. ഓക്കെ, അവര് വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദിയർ ബോഡീസ് ഇൻ ടു റൂട്ട്സ്, ലീവ്സ് അല്ലെങ്കിൽ സ്റ്റെം ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്? So what happens? Sorry, we cannot differentiate them into roots, leaves or stems, right? നമുക്ക് ഒരു ആൽഗയെ പോലെയല്ലേ കാണാൻ പറ്റുന്നത്? മോസസിനെ നോക്കൂ, സിഡിയാസ്റ്റിക്, റൈറ്റ്? നമുക്ക് റൂട്ട്, ലീവ്സ് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലേ? വേറെ എന്താ നമുക്ക് ബ്രയോഫൈറ്റ്സിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ചെറിയ പ്ലാന്റ് ബോഡിയാണ്, പക്ഷെ കുറെ സെൽസ് ഇങ്ങനെ അക്യുമുലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ബ്രയോഫൈറ്റ്സിൽ കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ബോഡി നമുക്ക് ഹാവ് യു ഹേർഡ് അബൌട്ട് താലസ്? ഒരു എന്താ പറയാ, ഹ്യൂജ് അക്യുമുലേഷൻ ഓഫ് സെൽസ്, ലൈക്ക് എ ഹ്യൂജ് ബ്ലോബ് ഓഫ് സെൽസ് യു ക്യാൻ സേ. ഓക്കെ, ഒരു പ്ലാന്റ് ബോഡി ഉണ്ടായിരിക്കും. ആ പ്ലാന്റ് ബോഡിക്കകത്ത് നമുക്ക് കുറെ ബ്ലോബ് ഓഫ് സെൽസ് കാണാൻ പറ്റും, ലൈക്ക് താലസ്. ഓക്കെ, നമുക്ക് ലിവർ വോട്ട്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് താലസ് കാണാൻ പറ്റും. ആൻഡ് ദിസ് എൻറ്റയർ പ്ലാന്റ് ബോഡി ഓർ ദിസ് താലസ് ഇസ് അറ്റാച്ച്ഡ് ടു ദിസ് സബ്സ്ട്രേറ്റം, അതായത് ഒരു ബേസിനോട് അല്ലെങ്കിൽ ഗ്രൗണ്ടിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. നോക്കിയേ, മോസസിന്റെ പിക്ചറിൽ യു ക്യാൻ സീ ദിസ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ദേ ആർ നത്തിങ് ബട്ട് റൈസോയിഡ്സ്. ഓക്കെ, ഇത് ചില സമയത്ത് നമുക്ക് മോസസിലും കാണാൻ പറ്റും. സോ ഈ റൈസോയിഡ്സിന്റെ പ്രത്യേകത എന്താ? ദേ ആർ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, പക്ഷേ whether they are functioning as roots, no, they don't have the functions of root, but they look like റൂട്ട്സിനെ പോലെയാണ് കാണാൻ വേണ്ടി. ഓക്കെ, am I clear? കേൾക്കുന്നുണ്ടോ? ഓക്കെ, സോ ഈ ബ്രയോഫൈറ്റ്സിനെ പറ്റി നിങ്ങൾ
ഡീപ്പായിട്ട് നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ സിലബസിനകത്ത് ലൈഫ് സൈക്കിൾസ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ട് ബ്രയോഫൈറ്റ്സ്, ജിംനോസ്പോംസ്, ആൻജിയോസ്പോംസ് എല്ലാം നിങ്ങൾ പഠിക്കുക തന്നെ വേണം. ഓക്കെ. പിന്നെ മിസ് പറഞ്ഞില്ലായിരുന്നു അഡീഷണൽ ആയിട്ട് പ്രാക്ടിക്കൽ സിലബസിൽ കുറച്ച് പോയിന്റ്സ് ആഡ് ആയിട്ടുണ്ടെന്ന്. അത് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് വെച്ച് പഠിക്കണം. ബിക്കോസ് അത് ഇപ്രാവശ്യം ആഡ് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് കവർ ആവുന്നുണ്ടായിരിക്കും. ഓക്കെ. ഈ ബ്രയോഫൈറ്റ്സ് എങ്ങനെയാണ് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കണ്ടക്ട് ചെയ്യുന്നത്? സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഓസ്മോസിസ് വഴിയാണ്. ഓക്കെ. ക്ലിയർ? സോ ഇവരുടെ കേസിൽ ബ്രയോഫൈറ്റ്സ് ഭയങ്കര ചെറുതല്ലേ, അപ്പം അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ അവർക്ക് ചെറിയ സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഓസ്മോസിസ് വഴി അവർക്ക് സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഹയർ മീൻസ് നമ്മൾ ബിഗർ പ്ലാന്റ്സിലേക്ക് നോക്കുമ്പോൾ ചെറിയ ഡിഫ്യൂഷൻ വഴി പോസിബിൾ ആണോ? അല്ല, അല്ലേ? അപ്പൊ നമുക്കൊരു എൻറ്റയർ സെറ്റ് ഓഫ് ടിഷ്യൂസ് തന്നെ വേണം. അതിന് നമ്മൾ എന്താ പറയാ? വാസ്കുലർ ടിഷ്യൂസ്, റൈറ്റ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സൈലം ആൻഡ് ഫ്ലൂയിഡ്. ഓക്കെ. ഞാനൊരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്ത് പഠിപ്പിക്കാത്തത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിലബസ് വൈസ് ടോപ്പിക് വൈസ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഞാൻ റാൻഡം ആയിട്ട് കുറച്ച് ടോപ്പിക്സ് പിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തരാൻ എന്നുള്ള ഒരു എയിമിലാണ് നമ്മൾ കുറച്ച് ടോപ്പിക്സ് പിക്ക് ചെയ്തേക്കുന്നത്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് നിങ്ങൾ ഇതിന്റെ പർട്ടിക്കുലർ ടോപ്പിക്കിലെ നോട്ട്സ് റൈറ്റ് ഡൗൺ ചെയ്യണമെന്ന്. മിസ് പറയുന്നതിൽ നിങ്ങൾ കേൾക്കാത്ത ടോപ്പ് പോയിന്റ്സ് മാത്രം നോട്ട് ഡൗൺ ചെയ്താൽ മതി. ബാക്കി ജസ്റ്റ് കണ്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അനദർ ക്ലാസിഫിക്കേഷൻ എന്താണ്? ടെറിഡോഫൈറ്റ്സ് അല്ലേ? വാട്ട് ആർ ടെറിഡോഫൈറ്റ്സ്? ഫേൺസ്, റൈറ്റ്? നമ്മള് കോമൺ ആയിട്ട് നമ്മളെ കുളത്തിന്റെ വക്കത്തൊക്കെ കാണുന്ന ഒരു സാധനമാണ് എന്ത്? ഫേൺ, റൈറ്റ്? പിന്നെ ഹോസ്റ്റേൽസ്, ഗ്രൗണ്ട് പൈൻസ് ആൻഡ് ദ ലിസ്റ്റ് ഗോസ് ഓൺ. സോ ഇവരുടെ പ്രത്യേകത എന്താ? അവർ സീഡ്ലെസ് ആയിരിക്കും, റൈറ്റ്? ജസ്റ്റ് ലൈക്ക് ബ്രയോഫൈറ്റ്സ്. ബട്ട് അൺലൈക്ക് ദം ടെറിഡോഫൈറ്റ്സിന് എന്താ ഉള്ളത്? ടെറിഡോഫൈറ്റ്സിന് വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ബ്രയോഫൈറ്റ്സിന് സ്പെഷ്യലി ഓർഗനൈസ് ആയിട്ടുള്ള ടിഷ്യൂ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. ഒരു സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം ടെറിഡോഫൈറ്റ്സിന്റെ കേസിൽ നമ്മൾ വരുമ്പോൾ അവിടെ വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്. ഓക്കെ. സോ ഇവരുടെ ബോഡീസ്, ടെറിഡോഫൈറ്റ്സ് ബോഡീസ് ആർ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്സ്, സ്റ്റെംസ് ആൻഡ് ലീവ്സ്. നമ്മൾ പറഞ്ഞായിരുന്നു ബ്രയോഫൈറ്റ്സിന്റെ കേസിൽ നമ്മൾ അങ്ങനെ റൂട്ട്, സ്റ്റെം, ലീഫ് എന്നൊരു ഡിഫറൻസിയേഷൻ ഇല്ല. നമ്മൾ റൈസോയിഡ്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സിനെ കണ്ടിരുന്നു. ബട്ട് ദാറ്റ് റൈസോയിഡ്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ് എന്താണ്? റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ദേ ആർ നെവർ റൂട്ട്സ്. ഓക്കെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടെറിഡോഫൈറ്റ്സ് യു ഹാവ് ദിസ് വെൽ ഡിഫറൻസിയേഷൻ ഓഫ് റൂട്ട്സ്, stems and leaves. Okay. നമ്മൾ ബ്രയോഫൈറ്റ്സിനെയും ടെറിഡോഫൈറ്റ്സിനെയും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രയോഫൈറ്റ്സിൽ റൂട്ട്സ് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിലും അതിന് റൂട്ട് ഫംഗ്ഷനിങ് ഇല്ല. അപ്പൊ കാണാൻ ചിലപ്പം ചെറിയ സിമിലാരിറ്റീസ് നമുക്ക് ഫീൽ ചെയ്താലും ഫംഗ്ഷനലി ദേ ആർ എൻറ്റയർലി ഡിഫറെന്റ്. ഓക്കെ. നമ്മൾ ബ്രയോഫൈറ്റ്സിനെയും ടെറിഡോഫൈറ്റ്സിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ടേം പറയും. വാട്ട് ഈസ് ദാറ്റ്? ക്രിപ്റ്റോഗ്രാം. ഓക്കെ. ഈ ക്രിപ്റ്റോഗ്രാം എന്ന വാക്ക് നിങ്ങൾ സ്പ്ലിറ്റ് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു സ്പ്ലിറ്റ് ക്രിപ്റ്റോഗ്രാം ഇൻ ടു 2, യു ക്യാൻ സീ ദാറ്റ് അതിന്റെ മീനിങ് എന്താ വരുന്നത്? ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഹിഡൻ. ഓക്കെ. ആൻഡ് ഗാം മീൻസ് വാട്ട്? ഗാമൈ. ദാറ്റ് മീൻസ് ടു മാരി. ഓക്കെ. സോ മീൻസ് മാരി മീൻസ് കല്യാണം കഴിക്കുക. സോ വാട്ട് ഡു യു മീൻ ബൈ സേയിങ് ഹിഡൻ ടു മാരി? മീൻസ് ഹിഡൻ റീപ്രൊഡക്ഷൻ. ഓക്കെ. സോ ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് ഹാവിംഗ് സം ഡിഫറെന്റ് മീനിങ്. ക്രിപ്റ്റോഗ്രാം എന്ന് പറയുന്നതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ മീനിങ് വരുന്നത് ഹിഡൻ റീപ്രൊഡക്ഷൻ എന്നാണ്. അതായത് ഹിഡൻ റീപ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ദേ റീപ്രൊഡ്യൂസ് ബൈ മീൻസ് ഓഫ് സ്പോർസ്. ഓക്കെ. Am I clear? സോ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല സ്പോർസ്, അല്ലെ? വി കനോട്ട് സീ ഇറ്റ് ത്രൂ നേക്കഡ് ഐ. പക്ഷെ പ്ലാന്റ്സ് ദാറ്റ് റീപ്രൊഡ്യൂസ് ബൈ സീഡ്സ്, അതിനെ നമ്മൾ എന്താ പറയാ? ഫീനോഗ്രാംസ് ഓർ spermatophytes. So cryptogram എന്താണെന്നും ഫീനോഗ്രാം എന്താണെന്നും like you should be able to differentiate. Okay. So phenograms or spermatophytes are those plants which can reproduce via seeds. അപ്പം ഈ ഫീനോഗ്രാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? What do you mean by saying phenerogram? Phenerogram is roughly you can say that phenerogram എന്ന് പറയുന്നത്, ഫെൻഡ്രോ എന്ന് പറഞ്ഞാൽ വിസിബിൾ എന്നാണ്. ഓക്കെ. phenerogram എന്ന വേർഡ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ you can say that phenero means visible. So phenerogram roughly translates to visible reproduction. That means we can see a seed of a plant, right? നമുക്ക് ആ പ്ലാന്റിന്റെ സീഡിനെ കാണാൻ പറ്റും. അപ്പൊ phenerograms അല്ലെങ്കിൽ spermatophytes include gymnosperms and angiosperms.
Have you seen any gymnosperm or angiosperm? കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ജിംനോസ്പെർമിയോ ആൻജിയോസ്പെർമിയോ? See, you can say that gymnosperms എന്ന് പറയുന്നത് ടെർഡോഫൈറ്റ്സിന്റെ ഒരു അഡ്വാൻസ്ഡ് ജനറേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? ജിംനോസ്പെർംസിന് വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ബോഡീസ് ഉണ്ട്, ഓക്കെ, വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവർക്ക് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെ? അപ്പം ഓരോ സീഡ്സിലും ഈ സീഡ് കണ്ടെയ്ൻസ് എ ഗ്രോയിങ് എംബ്രിയോ, റൈറ്റ്? അപ്പം അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം മാക്സിമം. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിപ്പം നമ്മുടെ വൂമ്പിൽ ഒരു ഫീച്ചേഴ്സിനെ ക്യാരി ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു പ്രൊവൈഡ് ഇറ്റ് ന്യൂട്രീഷൻ, റൈറ്റ്? അപ്പൊ നമുക്ക് എന്തുണ്ട്? പ്ലാസന്റ ഉണ്ട് ടു ഹോൾഡ് അപ്പ് ദാറ്റ്. So similarly, in gymnosperms, in phanerogams, what is the speciality? ഓരോ സീഡ്സിനുള്ളിലും ഒരു ഗ്രോയിങ് എംബ്രിയോ ഉണ്ട്, റൈറ്റ്? അപ്പൊ ഓരോ സീഡിനകത്തും ഉള്ള ഈ എംബ്രിയോനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനഫ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? അങ്ങനത്തെ കണ്ടീഷൻസിൽ സീഡ്സ് എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും ഇൻ ടു എ ന്യൂ പ്ലാന്റ്. ബട്ട് ദ തിങ് ഇസ് അബൌട്ട് ജിംനോസ്പെർം സീഡ്സിന്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജിംനോസ്പെർം സീഡ് ഇസ് ദാറ്റ് സീഡ് they'll be covering themselves with when you discuss about gymnosperm seeds, they are those seeds that themselves aren't covered with anything else. Okay, they are naked. You can say that they are naked. So gymnosperms എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നേക്കഡ് സീഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അവരെ ജിംനോ അഥവാ ഫാൾസ് എന്ന് അല്ലെങ്കിൽ നേക്കഡ് എന്ന അർത്ഥം വെച്ചിട്ട് വിളിക്കുന്നത്. ഓക്കെ, so gymno means what? Naked. So sperms means you can say that gymno എന്ന് പറയുന്നത് നേക്കഡ് ആണെങ്കിൽ sperm എന്ന് ഉദ്ദേശിക്കുന്നത് സീഡിനെയാണ്. അപ്പൊ നമുക്കൊരു കോമൺ എക്സാമ്പിൾ പറയാവോ ജിംനോസ്പെർമിന്? ആരെങ്കിലും? Anybody? Common example for gymnosperms? പൈൻ ട്രീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? റൈറ്റ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. മേ ബി മോസ്റ്റ് ഓഫ് യു മൈറ്റ് ഹാവ് സീൻ ഓൾസോ, റൈറ്റ്? സോ am I audible? Yes, ma'am. ഓക്കെ, സോ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് മച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും സുപ്പീരിയർ മോസ്റ്റ് കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. അപ്പം ആൻജിയോസ്പേംസ് എന്ന് പറയുന്നതിന് അർത്ഥം തന്നെ എന്താ? ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ്, റൈറ്റ്? ദേ ആർ നത്തിങ് ബട്ട് ദേ ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്താണ് പറയാൻ പ്രത്യേകിച്ചുള്ളത്? they'll be producing seeds which is enclosed within the fruits, right? അപ്പോൾ ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താ? You can see the black dots in the papayas. കാണുന്നുണ്ടോ? Visible ആണോ screen? See these green dots in the papayas. What are they? Sorry, black dots in the papayas. Ma'am, excuse me, ma'am. Sorry to interrupt. The video and the audio, the explanation is not getting correlated. Video is getting played, but explanation is like what you're explaining. The video is the part of that video is not being the same at the time of what the way you're explaining. Okay, I'll manage that. Sorry. Yeah. So, can you see the screen now? Is it visible? Yes, ma'am. Okay. So what do you mean by saying angiosperms? Can you see the papaya here? You have black seeds inside the papaya, right? So what does it indicate? See, the fruit is actually providing protection to the seeds, right? അല്ലേ? അപ്പം അത് മാത്രമല്ല, ഈ ഫ്രൂട്ട്സ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഈസി ഡിസ്പേർഷൻ. ലൈക്ക് നമുക്കതിന് നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽ ഡിസ്പേഴ്സ് ഇറ്റ്, റൈറ്റ്? അൺടിൽ ദെൻ ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ്. സോ അതാണ് നമ്മൾ ആൻജിയോ മീൻസ് ലൈക്ക് വാട്ട്? എ കണ്ടെയ്നർ. ഓക്കെ, ഒരു വെസൽ ആണ്. ഓക്കെ, ആൻഡ് സ്പേംസ് മീൻസ് സീഡ്സ്. സോ സീഡ്സ് വിച്ച് ഇസ് പ്രസന്റ് വിത്തിൻ എ കണ്ടെയ്നർ. അതാണ് ആൻജിയോസ്പേംസ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഇൻഡയറക്ട്ലി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സോ ആൻജിയോസ്പേംസിന് ഒരു വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ബോഡി ഉണ്ട് ആൻഡ് കോംപ്ലെക്സ് വാസ്കുലർ ടിഷ്യൂസും ഉണ്ട്. Am I fine? Am I audible? Can you hear me? See, these are the just basic characteristics of plants. In detail ആയിട്ട് നമുക്ക് പഠിക്കാം. Okay, at least you got some idea what is differentiation between bryophytes, pseudophytes, angiosperms and gymnosperms. See, നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ what is the difference and how you can
differentiate between see ഒരു ഓവർവ്യൂ ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്ത ലിവിങ് തിങ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ കിങ്ഡം പ്ലാന്റേഡ് എന്തൊക്കെയാ വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതിലെ മേജർ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ആ 4 മേജർ ടൈപ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. ആ 4 മേജർ ടൈപ്സിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഓരോ കാറ്റഗറിയിലും എന്തൊക്കെ പെക്യുലാരിറ്റീസ് ആണ് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് ഈസ് So you have picked a few random topics. Okay. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു പോർഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണ്ട. കുറച്ച് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന കുറച്ച് ടോപ്പിക്സ് സ്പെസിഫിക് ആയിട്ട് മിസ് പിക്ക് ചെയ്തേ ഉള്ളൂ. ഓക്കെ, പ്ലാന്റ് ഹോർമോൺസ് ഏത് ചാപ്റ്ററിൽ വരുന്നയാ? ഐ വാണ്ട് someone to answer. Plant hormones അല്ലെങ്കിൽ growth regulators comes under which chapter? Any idea? At least tell me, +1 portion ആണോ +2 portion ആണോ? At least can you tell me that? Am I audible? കുറച്ച് ചെറിയ ട്രിക്സ് പറഞ്ഞുതരാം. നമുക്ക് ഈ പ്ലാന്റ് ഹോർമോൺസ് എങ്ങനെ പഠിക്കാൻ പറ്റുമെന്നുള്ള സിമ്പിൾ ആയ ട്രിക്ക് പറഞ്ഞുതരാം. പക്ഷെ ആദ്യം എനിക്ക് പറഞ്ഞുതരും ഏത് ചാപ്റ്ററിലാണ് പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് നിങ്ങൾ ഇതേവരെ പഠിച്ചിട്ടുള്ളത്? Tell me. +1 ആണല്ലേ. അപ്പൊ ഏത് ചാപ്റ്ററിലാണ് നമ്മളെ? ഏത് ചാപ്റ്ററിലാണ് നിങ്ങൾ? ഓക്കെ ഫൈൻ. സോ നമുക്ക് 5 മേജർ ഹോർമോൺസ് ഉണ്ട് അല്ലേ. മിസ് ഇങ്ങനെ ഗ്രീനിൽ മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും, ഓക്കെ, റെഡിൽ മാർക്ക് ചെയ്തേക്കുന്നത് ഗ്രോത്ത് ഇൻഹിബിറ്ററും, അതേസമയം ഈ യെല്ലോയിഷിൽ മാർക്ക് ചെയ്തേക്കുന്നത് നമുക്കതിനെ പ്രൊമോട്ടർ ആയിട്ടും ഇൻഹിബിറ്റർ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത കാറ്റഗറിയാണ്. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ കളർ എങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, മിസ് ഏതൊക്കെ കളർ ബോക്സസ് ആയിരുന്നു പ്രൊമോട്ടേഴ്സിന് വെച്ചിരുന്നത്, ഏത് കളർ ബോക്സ് ആയിരുന്നു മിസ് ഇൻഹിബിറ്ററിന് വെച്ചിരുന്നത്, പിന്നെ നമ്മുടെ നെയ്തർ ഇൻഹിബിറ്റർ നോർ പ്രൊമോട്ടർ കാറ്റഗറിയിൽ വരുന്ന ഹോർമോൺസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഈ ചാർട്ട് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് അധികവും കഴിയുന്നതും ഫങ്ഷൻസ് ഇതേപോലെ റെഗുലേറ്റേഴ്സിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ലൈക്ക് ഇഫ് യു ആർ ലേണിംഗ് തിങ്സ് ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻസ് വിച്ച് ആർ ഡിഫിക്കൽട്ട് ടു ബൈ ഹാർട്ട്, നിങ്ങൾ അധികവും എന്തെങ്കിലും ട്രിക്സോ കോഡുകളോ ഒക്കെ ഉപയോഗിച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സോ ദാറ്റ് അത് എന്തിനാ അങ്ങനെ പഠിക്കാനുള്ള ഈസിനെസ്സിന് വേണ്ടിയല്ല. ഇൻസ്റ്റെഡ് നമ്മളിപ്പം എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ മിസ് ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു പോയിന്റ് വരുമ്പോൾ വാട്ട് വിൽ ഡു, നമ്മൾ ഈ ഉപയോഗിച്ച ട്രിക്സ് വെച്ചിട്ടും നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ചെറിയ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ പിന്നെ റീകളക്ട് ചെയ്യുക അറ്റ് ദ ടൈം ഓഫ് ദി എക്സാം. നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രിക്സ് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? ഫസ്റ്റ് തിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഇസ് ഓക്സിൻ, റൈറ്റ്? ഓക്സിൻ എന്തിനാ മെയിൻലി യൂസ് ചെയ്യുന്നത്? ഇലോങ്ങേഷന് വേണ്ടിയിട്ടാ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു സെല്ലുണ്ട്, അപ്പൊ ആ സെല്ല് വലുതാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഹോർമോൺ വേണം? ഓക്സിൻ വേണം. ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ലെങ്ത്. സി ദിസ് ഇസ് യുവർ സെൽ. ഓക്കെ, അപ്പൊ ഇഫ് ദിസ് സെൽ ഇസ് ടു ബി ഇലോങ്ങേറ്റഡ്, ഓക്കെ, യു നീഡ് വാട്ട്? ഓക്സിൻ. ഓക്കെ, അപ്പൊ ഓക്സിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കണം ഇലോങ്ങേഷൻ ആണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മളിത് എവിടെയാ കാണുന്നത്? പ്ലാന്റ്സിന്റെ ഗ്രോയിങ് റീജിയൻസിലാണ് കാണുന്നത്. ഇഫ് യു ടേക്ക് ദിസ് പ്ലാന്റ്, അതിലെ ഗ്രോയിങ് റീജിയൻസ് എന്ന് പറയുന്നത് എവിടേക്കാണ്? ഏതൊക്കെയാണ് മേജർ ഗ്രോയിങ് റീജിയൻസ് ഓഫ് എ പ്ലാന്റ്? യൂഷ്വലി ടിപ്പ് ഓഫ് ദ ലീവ്സ് ഇസ് സംതിങ് വിച്ച് വി ആർ ഫെമിലറൈസ്ഡ് അല്ലെ. നമുക്കറിയാം ലീവ്സിന്റെ ടിപ്പ് ഒരു ഗ്രോയിങ് റീജിയൻ ആണ്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ ഏത് റീജിയനാ ഉള്ളത്? ഷൂട്ട്സ് അല്ലെ. ഷൂട്ട്സ്, പിന്നെ ബഡ്സ്, ഇതൊക്കെ ഗ്രോയിങ് റീജിയൻസ് ആണ്. ആൻഡ് യുനോ സി ഈ റീജിയൻസിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓക്സിൻസ് കാണാൻ പറ്റും അല്ലെ. സോ ഈ റീജിയൻസിലൊക്കെ ഓക്സിൻസും ഹൈലി കോൺസെൻട്രേറ്റഡും ആയിരിക്കും. സി ഇനിയിപ്പോ വേറൊരു പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ട എന്താ വെച്ചാൽ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഫോട്ടോട്രോപ്പിസം അല്ലെ. ഏത് ഭാഗത്തുനിന്നാണോ ലൈറ്റ് കാണുന്നത് ആ ഭാഗത്തേക്ക് നമ്മുടെ ചെടികൾ ഇങ്ങനെ ചെറുതായിട്ട് ചെരിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ആ ഒരു ടേണിങ് നടക്കുന്നത്? വൈ ദാറ്റ് ബെൻഡിങ് ഓവർ ഇസ് ടേക്കിംഗ് പ്ലേസ്?
എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? എന്തുകൊണ്ടാണ് നേരെ നിന്നിട്ട് പ്ലാന്റിന് ലൈറ്റ് റിസീവ് ചെയ്യാൻ പറ്റാത്ത? സോ നമ്മളിപ്പം ഈ ഒരു ടിഷ്യൂ എടുക്കുവാണ്, ഈ ഒരു റീജിയണിലെ ടിഷ്യൂസ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറേ സെൽസ് കാണാൻ പറ്റും. ഓക്കെ, ഈ സെൽസിൽ സി ദിസ് ഇസ് യുവർ സെൽസ്. ഓക്കെ, ആൻഡ് ഇഫ് യു ഇമാജിൻ ഈ സെൽസിലുള്ള ഒരു വയലറ്റ് കളർ ഡോട്ട്സ് ഉണ്ടല്ലോ, ഇതിപ്പോ നിങ്ങളുടെ ഓക്സിൻ ആണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇഫ് ദാറ്റ്സ് ദ കേസ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഓക്സിൻസിന്റെ പ്രസൻസിൽ സി ഈ ഒരു പോർഷനിലേക്കാണ് ലൈറ്റ് വരുന്നത്. നോക്കൂ, ഇഫ് യു സീ ദ ഇമേജ് ഓഫ് ദ പ്ലാന്റ്, നമ്മളിപ്പോ പ്ലാന്റിന്റെ ഇമേജ് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഞാൻ എലാബറേറ്റ് ചെയ്തേക്കുന്ന സെല്ലിന്റെ സ്ട്രക്ചറിനെ ഒബ്സർവ് ചെയ്യാം. നമുക്ക് ലൈറ്റ് കിട്ടുന്നത് ടു ദി റൈറ്റ് സൈഡ് ഓഫ് ദ പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പം റൈറ്റ് സൈഡ് ഓഫ് ദ പ്ലാന്റിലെ ടിഷ്യൂലെ സെൽസിൽ നമുക്ക് ലൈറ്റ് റിസീവ് ആവുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓക്സിജൻസ് എല്ലാം മൂവ് ചെയ്യും. ഓക്കെ, സോ ഇഫ് നമുക്ക് സൺലൈറ്റ് കിട്ടുന്നത് റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിലുള്ള ഓക്സിജൻസ് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. സി, സോ വാട്ട് ഹാപ്പൻസ്? ഇപ്പം എല്ലാ ഓക്സിജൻസും ലെഫ്റ്റ് സൈഡിലാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ ഒന്ന് നേരത്തെ നമ്മൾ കണ്ട ഇമേജ് ആലോചിച്ച് നോക്കൂ. നമ്മൾ പറഞ്ഞു ഓക്സിജൻ എവിടെയാണോ ഉള്ളത് അവിടെ ഇലോങ്ങേഷൻ നടക്കുന്നുണ്ടാവും. സോ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ ലെഫ്റ്റ് സൈഡിൽ ഇലോങ്ങേഷൻ നടക്കുകയും റൈറ്റ് സൈഡ് അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ വെദർ ദ പ്ലാന്റ് ക്യാൻ ഗ്രോ സ്ട്രെയിറ്റ്? നോ, റൈറ്റ്? ഇറ്റ് ഇവൻച്വലി സ്റ്റാർട്സ് ടു ബെൻഡ്. അപ്പം എന്തുകൊണ്ടാണ് ആ ബെൻഡിങ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സിമ്പിൾ റീസൺ ഇത്രയേ ഉള്ളൂ. ഓക്സിജൻ എല്ലായിടത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷെ നമ്മൾക്ക് ഇപ്പം ലൈറ്റ് റിസീവ് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള എല്ലാ സെൽസിലുള്ള ഓക്സിജൻസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും അങ്ങനെ ലെഫ്റ്റ് സൈഡിലുള്ള സെൽസിന് ഗ്രോത്ത് കൂടുകയും ചെയ്യും. ആൻഡ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം വാട്ട് ഹാപ്പൻസ്? പ്ലാന്റിന് നേരെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് വിൽ ബി ബെൻഡിങ് ഓവർ ടുവേർഡ്സ് ദി ലൈറ്റ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ടേക്സ് പ്ലേസ് ഇൻ യുവർ ഫോട്ടോട്രോപിസം, റൈറ്റ്? Am I clear? മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ? സോ നമ്മളിത് എങ്ങനെ ഓർത്തിരിക്കും? ജസ്റ്റ് ഇമാജിൻ ഓക്സിജൻ ആണ്. ഓക്കെ, ഇലോങ്ങേഷൻ ആണ്. Oxygen elongation. Don't study like that. Okay, what you will remember? You can remember the image of this. Who is this? Oxo. ഞാൻ ഓക്സ് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഈ ഓക്സിന്റെ കഴുത്ത് മാത്രം അങ്ങ് വലിച്ചു നീട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ജസ്റ്റ് ഇമാജിൻ ഇറ്റ് ലൈക്ക് ദാറ്റ്. സോ അങ്ങനെ നിങ്ങൾക്ക് അപ്പൊ എന്ത് ഇമേജ് ഓർമ്മ വരും? ഓക്കെ, മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്സിജൻ പഠിപ്പിക്കുമ്പോൾ, പ്ലാന്റ് ഹോർമോൺസ് പഠിപ്പിക്കുന്ന സമയത്ത് ഓക്സിജൻ പഠിപ്പിക്കുമ്പോൾ മിസ് പറഞ്ഞായിരുന്നു ഒരു ഓക്സിജൻ അല്ലെ, ഓക്സിജനെ മിസ് അവിടെ യു ജസ്റ്റ് ഇമാജിൻ ഇറ്റ് ആസ് എൻ ഓക്സ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഒരു ഓക്സിജനെ മിസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഓക്സിജന്റെ കഴുത്ത് നമ്മളിങ്ങനെ വലിച്ചു നീട്ടിയായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓക്കെ, ഓക്സിജൻ എന്ന് പറയുന്നത് ഇലോങ്ങേഷൻ ഓഫ് പ്ലാന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നതല്ലേ? സോ വാട്ട് ഈസ് ദ ഫംഗ്ഷനിങ് ഓഫ് ഓക്സിജൻ? എന്താ ഓക്സിജന്റെ ഫംഗ്ഷൻ? സി, നമ്മൾ എപ്പോഴും വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം ട്രിക്സ് ഉണ്ടാക്കാൻ. സോ ദാറ്റ് എന്ത് സംഭവിച്ചാലും നിങ്ങൾ എത്ര സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് എക്സാം ഹാളിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഈ ഓക്സിജന്റെ മുഖം ഓർമ്മ വരും. അപ്പൊ എപ്പോഴും നമ്മൾ അങ്ങനെ വിയേർഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക. Am I clear? Yes, miss. Okay. So elongation നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഇറ്റ്സ് കോൾഡ് ആസ് ഓക്സിൻ, റൈറ്റ്? അപ്പൊ നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചിന്തിക്കുക. ഇപ്പൊ മിസ് എന്തായാലും ഇത് പറഞ്ഞ് നിങ്ങൾ മറക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്സിൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ഓക്സിനെ ഓർക്കും, ഓക്സിന്റെ കഴുത്തിനെ ഓർക്കും. ഇപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്സിൻ ഇലോങ്ങേഷൻ ഓഫ് സെൽസിന് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഫോട്ടോട്രോഫിസമായിട്ട് ബന്ധമുണ്ട്. എങ്ങനെയാണ് ഓക്സിൻ ഫോട്ടോട്രോഫിസം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ബെൻഡിങ് ഓവർ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് സൺലൈറ്റിനെ പ്ലാന്റ് റിസീവ് ചെയ്യുന്ന സമയത്ത്? എന്താണ് ശരിക്കും ഓക്സിൻ എന്ന പ്ലാന്റ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് മിസ് പറഞ്ഞത് മറക്കുവോ? ഹോപ്പ് യു വിൽ റിമെമ്പർ, റൈറ്റ്? ഓക്കെ, സോ നെക്സ്റ്റ് ഹോർമോൺ ഏതായിരിക്കും? അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓക്സിജൻ നമ്മൾ കവർ ചെയ്തു. ഓക്സിജൻ കഴിഞ്ഞ അടുത്ത ഹോർമോൺ ഏതാണ്? അതിനും ഓൾമോസ്റ്റ് സിമിലർ ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, which is that? Gibberellin, right? You can even call it as gibberellin, whatever you want. Anything is fine. Okay, so gibberellin in a way it helps in cell elongation only. പക്ഷെ എന്തായിരിക്കും ഡിഫറൻസ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ?
എന്താണ് ഇപ്പൊ ഓക്സിനും ജിബറലും തമ്മിലുള്ള വ്യത്യാസം? രണ്ടുപേരും സെൽസിനെ ഇലോങ്ങേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള മേജർ ഡിഫറൻസ്? സി, ഇതിപ്പോ നമ്മുടെ പ്ലാന്റ് ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ കണ്ടു ഈ പ്ലാന്റിന് എങ്ങനെ ഗ്രോ ചെയ്യാനാണ് ജിബറലിന് ഹെൽപ്പ് ചെയ്യുന്നത്? സി, ഇങ്ങനെ ഇരുന്നിരുന്ന പ്ലാന്റ് ആയിരുന്നു ആൻഡ് ഇറ്റ് ഇലോങ്ങേറ്റഡ്, റൈറ്റ്? ഓക്കെ, സോ വാട്ട് കൈൻഡ് ഓഫ് ഗ്രോത്ത് ഇസ് ദാറ്റ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സി, ഈ യൂഷ്വലി ജിബറലിൻസ് എവിടെയാ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്? പുതിയ ലീവ്സ് ഉണ്ടാവുന്ന സ്ഥലത്തായിരിക്കും. ഓക്കെ, എവിടെയാ പുതിയ ലീവ്സ് കാണുന്നത്? നമുക്ക് എവിടെയാ നമുക്ക് പുതിയ ലീവ്സ് കാണാൻ പറ്റുക? സി, യു ക്യാൻ സീ ന്യൂ ലീവ്സ് ഓവർ ഹിയർ. ഓക്കെ, ഈ പോർഷൻസിൽ നമുക്ക് പുതിയ ബഡിങ് ലീവ്സ് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ജിബറലിൻസ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ എന്താ പറയാ? നോഡ്സ് അല്ലെ? അപ്പം ജിബറലിൻസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദേ കോസ് ദീസ് സെൽസ് ടു ഇലോങ്ങേറ്റ്. ഓക്കെ, സോ ദ പോർഷൻ വെയർ ദീസ് ഇലോങ്ങേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ്, അല്ലെങ്കിൽ നമ്മൾ അവിടെയാണ് ഇലോങ്ങേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ടു ഹാപ്പൻ. ഓക്കെ, സി, ഈ രണ്ട് സ്റ്റെമ്മിന്റെ രണ്ട് പോർഷൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കൂടി വരും അല്ലേ? സോ നമുക്ക് എങ്ങനെ പറയാം? സ്റ്റെം ഇലോങ്ങേഷൻ ആണ് ജിബറലിൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓക്സിൻ ഫോർ സെല്ലിന്റെ ഇലോങ്ങേഷൻ ആണ്. ഇൻഡിവിജ്വലി സെൽസിന്റെ ഇലോങ്ങേഷൻ ആണ് ഓക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻറ്റയർലി ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോർഷൻസ് ഓഫ് എ സ്റ്റെം ഇസ് ഇൻക്രീസ്ഡ് ഇൻ കേസ് ഓഫ് ജിബറലിൻ ആക്ഷൻ. ഓക്കെ, അപ്പം സ്റ്റെം ഇലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ജിബറലിനാണ്. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഓർത്ത് വെക്കാം. ഒന്ന്, നിങ്ങൾക്ക് എളുപ്പം ഓർക്കാൻ പറ്റുന്നത് ജിറാഫിനെ ഓർത്താൽ മതി. യു റിമെമ്പർ അബൌട്ട് ജിബറലിൻ, യു ക്യാൻ റിമെമ്പർ അബൌട്ട് ജിറാഫ്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ദർ ഇസ് ഓൾസോ അനദർ ടെക്നിക്. ആൻഡ് വൺ മോർ തിങ്, സി, നമുക്കിപ്പം in case if you are provided with some seedless grape, okay, like we all love seedless grapes, okay, so നമുക്ക് കുറച്ച് സീഡ്ലെസ് ഗ്രേപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സി, നമ്മളതിനെ ആർട്ടിഫിഷ്യലി സ്പ്രേ ചെയ്യും. എന്തിനാണ് നമ്മൾ ആർട്ടിഫിഷ്യലി സ്പ്രേ ചെയ്യുന്നത്? ജിബറലിൻ അതിന്റെ പേർപ്പസ് എന്തായിരിക്കും? സി, നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ചെറിയ ഗ്രേപ്സ് ആണ്. ചെറിയ ഗ്രേപ്സ് അത്ര അട്രാക്റ്റീവ് അല്ലല്ലോ. കുറച്ചും കൂടി വലിയ ഗ്രേപ്സ് അല്ലേ നമുക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഈ ചെറിയ ഗ്രേപ്സിന്റെ മുകളിൽ നമ്മൾ ജിബറലിൻസ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ they become bigger, right? So that's great, right? So that is the one important function of gibberellin, is that it will be even helping in germination of a seed. Okay, see, ഒരു സീഡിന് you need a lot of gibberellin in the case of a seed. അപ്പം സീഡിന് ജെർമിനേറ്റ് ചെയ്യാൻ ജിബറലിൻ ഇല്ലാതെ പറ്റില്ല. ഓക്കെ, സോ once enough gibberellin accumulates over there, okay, only then the seed starts growing. Okay, so this hormone is in a way very useful in various stages of growth in plants. See, not only stem elongation, പക്ഷെ പല സ്റ്റേജസ് ഓഫ് ഗ്രോത്തിലും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ജിബറലിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സി, am I clear? Yes, miss. അപ്പൊ നമ്മളെ സിലബസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആകെ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? സ്റ്റെം ഇലോങ്ങേഷൻ ആണ്. ഓക്കെ, സി, ഇനി നമ്മൾ ജിബറലിന്റെ കഥ പറയാം. ഓക്കെ, സി, ഇയാൾ ഒരു ജപ്പാനിലുള്ള ഒരു സി, ജസ്റ്റ് ലൈക്ക് യു ഇമാജിൻ ഇറ്റ് ലൈക്ക് ഒരു നമ്മളിപ്പോ ജപ്പാനിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, കുറച്ച് ഫാമേഴ്സ് ഉണ്ട്. അവരെന്താ കണ്ടുപിടിച്ചത്? ദേ ഫൗണ്ട് ദാറ്റ് ദി റൈസ് പ്ലാന്റ്സ് വർ ഗ്രോയിങ് ടോളർ. ഓക്കെ, വെറുതെ ഈ റൈസ് പ്ലാന്റ്സ് ഇങ്ങനെ വലുതായി വരുന്നതായിട്ട് അവര് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം അവര് ഈ റൈസ് പ്ലാന്റ്സ് വളരെ വലുതായി എന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ് വെൻ ഓൺ ഗ്രോയിങ്. ഓക്കെ, അതിങ്ങനെ വളർന്ന് ആൻഡ് one fine day they would just die before giving seeds. എന്തെങ്കിലും ഒരു സീഡ്സ് തരുന്നതിന് മുന്നേ തന്നെ ഇതിങ്ങനെ വളർന്ന് പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു പോകും. അപ്പം അങ്ങനെ അതിനെ പറ്റി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പം അവരെന്ത് കണ്ടുപിടിച്ചു? എക്സസ് ആയിട്ടുള്ള ഈ ജിബറലിന്റെ പ്രസൻസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലായി. ഓക്കെ, അതെങ്ങനെയാ അങ്ങനെ എക്സസ് ആയിട്ടുള്ള ജിബറലിന് വന്നത് അവിടെ? ബിക്കോസ് ഓഫ് സം ഫംഗസ്. ഓക്കെ, ഡ്യൂ ടു സം ഫംഗസ് that got attached in it. So anyway, നമുക്കിപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സി, ജിബറലിൻസ് is in some way related to stem elongation. മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ കഥ പറഞ്ഞ എന്തിനാ?
എന്തിനാ ഇപ്പൊ കഥ പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു പ്ലേസ് ചൂസ് ചെയ്തേ ഉള്ളൂ. സിംപ്ലി ദീസ് റൈസ് പ്ലാന്റ്സ് വർ ഗ്രോയിങ് അപ്പ് ആൻഡ് അപ്പ്, ആൻഡ് അതിങ്ങനെ വലുതായി വലുതായി വന്നിട്ട് ഒരു സഡൻ കോഴ്സ് ഓഫ് ടൈമിൽ അത് ഡെഡ് ആയിപ്പോയി. അപ്പം ആദ്യമൊന്നും ഫാമേഴ്സിന് മനസ്സിലായില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ജിബറലിന്റെ എക്സസ് ആക്ഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം എന്തോർക്കണം നിങ്ങൾ, ജിബറലിൻ കേൾക്കുമ്പോൾ ഓക്കെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റൈസ് പ്ലാന്റ്സ് ഇങ്ങനെ വലുതായി 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 വരുന്നുണ്ടായിരുന്നു. അപ്പൊ ദാറ്റ് ഇമേജ് വിൽ കം ഇൻ ടു യുവർ മൈൻഡ്, റൈറ്റ്? സ്റ്റെം ഇലോങ്ങേഷൻ. സ്റ്റെം ഇലോങ്ങേറ്റഡ് ആയാലല്ലേ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഒരു പ്ലാന്റ് വലുതായെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ജിബറലിൻ സ്റ്റെം ഇലോങ്ങേഷൻ ആണ്. സ്പെസിഫിക് ആയിട്ട് അത് അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 2 കാര്യം പഠിച്ചു, ഓക്സിനും പഠിച്ചു, ഗിബറലിനും പഠിച്ചു അല്ലെ. ഇനി അടുത്ത ആരാ ഉള്ളേ? സൈറ്റോകൈനിൻ അല്ലേ. അപ്പം സൈറ്റോകൈനിന്റെ മേജർ റോൾ എന്താ? സെൽ ഡിവിഷൻ ആണ് അല്ലെ. യു നോ ദാറ്റ് ഒരു സെല്ലിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സൈറ്റോകൈനിന്റെ മേജർ ഫംഗ്ഷൻ. അപ്പം അതിനർത്ഥം എന്താ? പുതിയ ആൾക്കാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് സൈറ്റോകൈനിന്റെ ഫംഗ്ഷൻ എന്നല്ലേ. ന്യൂ സെൽസ് ആർ ബീങ് മെയ്ഡ് അല്ലെ. സോ ദ മെയിൻ ഫംഗ്ഷൻ ഇസ് ന്യൂ സെൽസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാ. അപ്പൊ നമുക്ക് സൈറ്റോകൈനിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ പുതിയ ലീവ്സ് ഒന്നും ഉണ്ടാവില്ല, പുതിയ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല. അതായത് പുതിയ പ്ലാന്റിന്റെ പ്രോപ്പർ ഗ്രോത്ത് തന്നെ നടക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ സൈറ്റോകൈൻ എന്ന വേർഡ് നിങ്ങൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് സെൽ, സൈറ്റോ മീൻസ് സെൽ ആൻഡ് കൈൻ മീൻസ് ഡിവിഷൻ. ഓക്കെ, സോ അപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്രാഞ്ചിങ് ആണ്. നമ്മൾ പ്ലാന്റ്സിന് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ റോൾ ആർക്കാണ്? സൈറ്റോകൈനിൻ ആണ്. ഓക്കെ, അപ്പൊ സൈറ്റോകൈനിന്റെ ആബ്സെൻസിൽ ഇത് പോസിബിൾ അല്ല, ഇറ്റ് ഇസ് എൻ ഇമ്പോസിബിലിറ്റി. ഓക്കെ, അപ്പം ഈ സൈറ്റോകൈനിൻ ഇല്ലാതെ പ്ലാന്റ്സിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് വരെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കും സൈറ്റോകൈനിൻ എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ആണ് എന്ന് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുക? മിസ് ഒരു സ്റ്റോറി പറയട്ടെ, കേൾക്കുന്നുണ്ടോ? ഇതൊരു വിയേർഡ് സ്റ്റോറിയാണ്. ഓക്കെ, സോ ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. യു ഹാവ് യുവർ 2 ഐസ്. ഓക്കെ, അപ്പം ഈ ഐസിലേക്ക് നമുക്കറിയാം സൈറ്റോ എന്ന് പറയുന്ന സെല്ലാണ്, കൈനിൻ എന്ന് പറയുന്നത് ഡിവിഷനാണ്. അപ്പൊ സൈറ്റോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 2 കണ്ണുകൾ ഓർക്കുക, കൈനിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കീ ഓർക്കുക. ഓക്കെ, ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. ഭയങ്കര വിയേർഡ് ആയ ഒരു കഥയാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ if this key is entering into your eye, ഓക്കെ, നിങ്ങളെ കണ്ണിലേക്ക് ഈ കീ എൻ്റർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. കുറച്ച് വേദന ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ എന്ത് സംഭവിക്കും? ആ കീ എൻ്റർ ചെയ്യുന്നതോടുകൂടി യുവർ ഐസ് വിൽ ബി സ്പ്ലിറ്റിംഗ് ഇൻടു 2. അങ്ങനെ ഓർത്താൽ മതി. യു ഹാവ് ലൈക്ക് 2 ഐസ്. ഇസ് ദാറ്റ് ഫൈൻ? അപ്പൊ നിങ്ങൾ ഓർക്കണം? സൈറ്റോകൈനിന്റെ പ്രസൻസോടുകൂടി സൈറ്റ് മീൻസ് സൈറ്റ് വാട്ട് എവർ. സൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് നിങ്ങളുടെ കണ്ണല്ലേ, കേട്ടിട്ടുണ്ടാവില്ലേ? റൈറ്റ്, അപ്പം സൈറ്റ് കണ്ണാണ്. ഓക്കെ, കൈൻ എന്ന് പറയുന്നത് കീ ആണെന്ന് വിചാരിക്കുവാണെങ്കിൽ ആ കീ ഇങ്ങനെ കണ്ണിൽ ഇടുകയാണെങ്കിൽ നമുക്ക് 2 ലൈക്ക് ഡബിൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2. അപ്പം സൈറ്റോകൈനിൻ എന്ന് പറയുമ്പോൾ സെൽ ഡിവിഷൻ ആണ്. മിസ് എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്? മിസ് നമുക്ക് അറിയാലോ സൈറ്റോകൈനിൻ എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ ആണ്, അതിലിപ്പോ ഇത്ര ഓർത്ത് വെക്കാൻ എന്താ ഉള്ളേ? ഐ നോ ദാറ്റ്, ബട്ട് തിങ് ഈസ് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് കൺഫ്യൂഷൻസ് വരുന്നത്? നമ്മള് അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്ത് പഠിക്കണം. അതുകൊണ്ടാണ് മിസ് ഒരു സ്റ്റോറി പറഞ്ഞത്. ഓക്കെ, ഇതൊരു ഇമാജിനറി സ്റ്റോറിയാണ്. ഇതും സൈറ്റോകൈനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ജസ്റ്റ് സെൽ ഡിവിഷൻ ആണ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് മിസ് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇത് 3 ഓക്സിനും ഗിബറലും. അപ്പൊ നിങ്ങൾ എന്താ ഓർക്കണ്ടേ? ആ ഇമേജ് മനസ്സിൽ വേണം. ആ ഇമേജ് വളരെ കൃത്യമായിട്ട് മനസ്സിൽ വെക്കുക. ആദ്യം നമ്മളൊരു ഓക്സിനെ പറ്റിയാ പറഞ്ഞ്, കഴുത്ത് നീണ്ടൊരു ഓക്സിനെ പറ്റിയാ പറഞ്ഞ്, ഇത് ഓക്സിൻ ആയിരുന്നു. അപ്പൊ സെൽസിന്റെ ഇലോങ്ങേഷൻ ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ജിബറലിനാണ്. ജിബറലിൽ നമ്മളൊരു ജപ്പാനിലെ ഒരു ഫാർമറിന്റെ കഥ പറഞ്ഞു. അവരെ ക്രോപ്പ് ഇങ്ങനെ വെറുതെ ഗ്രോ ചെയ്ത് ഒരു ലിമിറ്റിൽ കൂടുതൽ ഗ്രോ ചെയ്ത് അത് തന്നെ ഡെഡ് ആവുകയായിരുന്നു ചെയ്തിരുന്നത്. അത് എക്സസ് ആയിട്ടുള്ള ജിബറലിന്റെ ആക്ഷൻ കൊണ്ടാണെന്ന് അവർ പിന്നെ മനസ്സിലാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായി. സൈറ്റോകൈനിൻ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ 2 കണ്ണ് പഠിച്ചു. അപ്പം ആ 2 കണ്ണ് നമുക്ക് രണ്ട് എക്സ്ട്രാ കണ്ണായിട്ട് നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പം അവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? സെൽ ഡിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഇമേജസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് അതോടുകൂടി കഴിഞ്ഞു. നെക്സ്റ്റ് തിങ് ഇസ് അബ്സിസിക് ആസിഡ്, റൈറ്റ്? അബ്സിസിക് ആസിഡ് എന്താണ്? ഇൻഹിബിറ്റർ ആണ്. ക്ലിയർ? കേൾക്കുന്നുണ്ടോ?
നിങ്ങൾക്ക് ഭയങ്കര സില്ലി ആയിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും മിസ് എന്തൊക്കെയാ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാലോ. പക്ഷെ ആ ഇമേജസ് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത്ര വിയേർഡായ ഒരു സ്റ്റോറി എടുത്തിട്ട് പറഞ്ഞു തന്നെ. ഓക്കെ, ഇതെന്താ, നിങ്ങളിപ്പം മേ ബി സം ഓഫ് യുവർ ഫ്രണ്ട്സ് മൈറ്റ് ഹാവ് വെന്റ് ടു അബ്രോഡ്, റൈറ്റ്? പുറത്തൊക്കെ പോയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിലും ബാക്ക്ഗ്രൗണ്ട്സിലും ഒക്കെ നിങ്ങൾ കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് സാധനമാണിത്. എന്താ ഇത്? what do you call this? These kinds of images are usually seen in നമ്മുടെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ വാൾപേപ്പേഴ്സിൽ സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ഇമേജ് ആയിരുന്നു. വാട്ട് ഇസ് ദിസ്? എനി ഐഡിയ? എന്താണ്? ലീവ്സ് ഫോൾ ഡൗൺ ചെയ്ത് കിടക്കുന്നതല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അബ്സിസിക് ആസിഡ് കാരണമാണ്. ഓക്കെ, സി ഈ റെഡിഷ് കളർ നമുക്ക് ഇവിടെ കാണുന്നില്ലേ, അതെന്താ? അത് ഗ്രോത്ത്. സി നമ്മളിപ്പം ലീവ്സിൽ നമുക്ക് റെഡിഷ്, യെല്ലോയിഷ് അല്ലെങ്കിൽ നോർമൽ ആയത് ഗ്രീൻ പിഗ്മെന്റേഷൻ ഇല്ലാതെ നിലത്ത് വീണ് കിടക്കുന്ന ലീവ്സിന്റെ പിക്ചേഴ്സ് ആണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, അതെന്താ? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വൈ ഇറ്റ് ഇസ് ഹാപ്പനിങ് സോ? സോ നമ്മൾ വൺ ഫൈൻ ഡേ രാവിലെ എഴുന്നേറ്റപ്പോൾ വി ഫൗണ്ട് ദാറ്റ് മെനി leaves have fallen down, okay, on the ground. And why is it happening? Because of high concentration of abscisic acid. Okay, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലീവ്സ് കട്ട് ഡൗൺ ചെയ്തേ എന്ന് നമുക്ക് പറയാൻ പറ്റും. സി ശരിക്കും അബ്സിസിക് ആസിഡ് കാരണം തന്നെയാണ് ലീവ്സ് ഫോൾ ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, സോ സി എന്തായിരിക്കും അബ്സിസിക് ആസിഡിന്റെ ഫങ്ഷൻസ്? വെറുതെ ലീവ്സ് ഇങ്ങനെ ഫോൾ ഡൗൺ ചെയ്യുന്നത് അബ്സിസിക് ആസിഡ് കാരണമാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ശരിക്കും അബ്സിസിക് ആസിഡിന്റെ ഫങ്ഷൻ? സി വൺ ഓഫ് ഇറ്റ്സ് മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഒരു നമുക്കിപ്പോ സപ്പോസ് ഒരു ഡ്രോട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു വരൾച്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് വാട്ടർ കണ്ടന്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലീവ്സിന്റെ സ്റ്റൊമാറ്റോനെ ക്ലോസ് ആക്കി വെക്കുക എന്നുള്ള ഫംഗ്ഷൻ ആണ് മെയിൻലി അബ്സിസിക് ആസിഡിനുള്ളത്. സോ ദാറ്റ് ഫർദർ വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാം. മൈ ക്ലിയർ? സി അപ്പം നമ്മൾ എന്താ ഓർക്കണ്ടേ? സ്റ്റൊമാറ്റോന്റെ ലീവ്സിനെ ക്ലോസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഫർദർ വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്റ്റൊമാറ്റോ ഇസ് എ സ്മോൾ ഓപ്പണിംഗ്, റൈറ്റ്? യു ക്യാൻ സീ ഇൻ ദ ലീവ്സ്. അപ്പം അതിലൂടെയാണ് ട്രാൻസ്പിറേഷൻ ഒക്കർ ചെയ്തിട്ട് വാട്ടർ ലോസ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ അതിന് എന്താ പറയാ? വാട്ടർ ഇവാപറേറ്റ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പം ഈ വരൾച്ച അഥവാ ഡ്രോട്ടിനുള്ള കണ്ടീഷൻസിൽ അബ്സിസിക് ആസിഡ് ബിൽഡപ്പ് ആവും. ഓക്കെ, എവിടെ ബിൽഡപ്പ് ആവും? സ്റ്റൊമാറ്റോയിൽ ബിൽഡപ്പ് ആവും. Okay, and it makes sure that the stomato is shut down. So abscisic acid എന്താണ് ensure ചെയ്യുന്നത്? Abscisic acid ensures that your stomato is shut down so that further water loss ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങളുടെ സ്റ്റൊമാറ്റോ ഇങ്ങനെ ഷട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക abscisic acid. അതാണ് മേജർ റോൾ ഓഫ് abscisic acid. അത് ഒരു റോളാണ്. ഓക്കെ, ഇനി ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റർ എന്നുള്ള രീതിയിൽ വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. സീഡ് ജെർമിനേഷനിലും നമുക്ക് അബ്സിസിക് ആസിഡിന്റെ റോൾ കാണാൻ പറ്റും. സി ഇപ്പം ഒരുപാട് അബ്സിസിക് ആസിഡ് നമുക്ക് സീഡ്സിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ നോട്ട് അലൗ ഇറ്റ് ടു ജെർമിനേറ്റ്. അപ്പൊ എക്സസ് എമൗണ്ട് ഓഫ് അബ്സിസിക് ആസിഡ് സീഡ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സീഡ് ജെർമിനേഷൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഫോളിംഗ് ഓഫ് ലീവ്സ് ഡ്യൂറിങ് ദി ഡ്രോട്ട് കണ്ടീഷൻസ് ഹാപ്പൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റൊമാറ്റോനെ ഈ അബ്സിസിക് ആസിഡ് ക്ലോസ്ഡ് ആക്കി വെക്കും. സോ ദാറ്റ് നമുക്ക് ട്രാൻസ്പിറേഷൻ അഥവാ ലോസ് ഓഫ് വാട്ടർ വയ ഇവാപറേഷൻ ക്യാൻ ബി പ്രിവെന്റഡ്. രണ്ടാമത്, ഗ്രോത്ത് ഇൻഹിബിറ്റർ എന്നുള്ള രീതിയിൽ യു ക്യാൻ സേ ദാറ്റ് ദേ ഹാവ് എ റോൾ ഇൻ seed germination. Okay, excess amount of abscisic acid which is present in the seed will be preventing it from to like it will not allow it to germinate. Okay, അതായത് ഇതിനെ ഗ്രോ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വേണം പറയാൻ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? ഇപ്പൊ സീഡ്സ് സപ്പോസ് നമ്മൾ പറയാണ് ഡെസേർട്ടിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഒരുപാട് അബ്സിസിക് ആസിഡ് ബിൽഡപ്പ് ആവും, റൈറ്റ്? സോ ദാറ്റ് വിൽ നോട്ട് ബി അലൗവിങ് ഇറ്റ് ടു ഗ്രോ. ആൻഡ് അപ്പം പെട്ടെന്ന് മഴ പെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, എല്ലാ കണ്ടീഷൻസും ശരിയായെന്ന് വിചാരിക്കാം. അപ്പൊ റെയിൻ എന്ത് ചെയ്യും? എല്ലാ അബ്സിസിക് ആസിഡിനെയും വാഷ് അവേ ചെയ്യും. ആൻഡ് വൺസ് ഇറ്റ് ഗെറ്റ്സ് വാഷ്ഡ് ഓഫ്, വാട്ട് ഹാപ്പൻ? പിന്നെ ജിബറലിന് അതിന്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് അതിനെ പിന്നെയും ഗ്രോ ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പം ഒരു ഡ്രോട്ട് ഉള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഡെസേർട്ട് കണ്ടീഷനിലാണ് നിങ്ങളുടെ ഒരു സീഡ് കിടക്കുന്നതെന്ന് വിചാരിക്കാം.
ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും? ആ ഡെസേർട്ട് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് ഈ സീഡ്സിൽ ഒരുപാട് അബ്സിസിക് ആസിഡ് ബിൽഡപ്പ് ആവും. അപ്പൊ ആ സീഡ്സിന് ആ കണ്ടീഷനിൽ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? റെയിനി സീസൺ വരുന്നത് വരെ അത് വെയിറ്റ് ചെയ്തതിന് ശേഷം റെയിനി സീസണിൽ ഈ അബ്സിസിക് ആസിഡ് കംപ്ലീറ്റ്ലി വാഷ്ഡ് ഓഫ് ആവും. അത് കഴിയുമ്പോൾ പിന്നെ ജിബറലിൻസ് ക്യാൻ ആക്ട് ഓൺ ഇറ്റ്, സോ ദാറ്റ് germination can take place and it will be starting to grow. ഓക്കെ, അപ്പം നമുക്ക് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സൂപ്പർ യൂസ്ഫുൾ ആസ് എ ഗ്രോത്ത് ഇൻഹിബിറ്റർ. ഓക്കെ, ഈവൻ നമുക്കിപ്പം പ്ലാന്റ് ഗ്രോത്തിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ വരെ ഗ്രോത്ത് ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും? അബ്സിസിക് ആസിഡിന് ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് പറയാം, ഇതൊന്നും നിങ്ങളെ എക്സാമിന് ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ആകെ ഓർത്ത് വെക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വിൽറ്റിംഗ് ഓഫ് ലീവ്സ് അല്ലെങ്കിൽ എന്താ പറയാ ഷെഡിങ് ഓഫ് ലീവ്സ് എന്ന് പറയുന്നത് അബ്സിസിക് ആസിഡ് കാരണമാണെന്ന് മാത്രമേ നിങ്ങളുടെ NCERT ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള കാര്യം മിസ് ഇപ്പൊ നിങ്ങൾക്കൊരു ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ അബ്സിസിക് ആസിഡിനെ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് വെച്ച് ഓർത്തൂടെ? എങ്ങനെയാ ഇതിലെന്താ ഈ ഇമേജ് എന്താ ഉദ്ദേശിക്കുന്നത്? സി, ആബ്സിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കട്ട് ഡൗൺ ചെയ്യുക എന്നാണ്. ഓക്കെ, സോ നമുക്കിപ്പം ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, ഒരു അബ്സിസിക് എന്നല്ലേ. അപ്പം ആബ്സ് എന്ന് പറയുമ്പോൾ നല്ല ആബ്സ് ഉള്ള ഒരു ഹ്യൂമൻ ബീങ്, ഹി ഈസ് ട്രാവലിംഗ് ഇൻ എ ബോട്ട്. ഓക്കെ, ആൻഡ് ഹി ഫീൽസ് സോ സിക്ക് ദാറ്റ് ഹി വോമിറ്റ്സ് വാട്ട് wilted leaves. ഓക്കെ, അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ദാറ്റ്സ് ഈ ഇമേജ് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത്ര വിയർഡ് ആയിട്ടൊക്കെ പറയുന്നത്. ഓക്കെ, ഐ നോ മേ ബി 99% ഓഫ് യു മൈറ്റ് ബി നോയിങ് ഓരോ ഹോർമോൺസും എന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. പക്ഷെ ഇപ്പം അബ്സിസിക് ആസിഡ് മിസ് പറഞ്ഞപ്പോൾ കുറെ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾ കേട്ടില്ലേ? അതേപോലെ അതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത് ഈ ഒരു ഇമേജ് വെച്ചിട്ട് മിസ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ ഓർത്ത് വെക്കാം. സോ ദാറ്റ് നിങ്ങളത് 30 days കഴിഞ്ഞാലും മറന്നു പോവില്ല എന്നുള്ള ഒരു എയിമിലാണ് മിസ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? നെക്സ്റ്റ് ഹോർമോൺ ഇസ് ഇഥൈലിൻ, റൈറ്റ്? ഇഥൈലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? പഴമല്ലേ? മേ ബി ഓൾമോസ്റ്റ് നിങ്ങളെ സ്കൂൾ ഡേയ്സിലൊക്കെ ടീച്ചേഴ്സും എന്താ പറയാ അത് ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ബനാന വെച്ചിട്ടായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. സോ ഇഥൈലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നൈദർ എ ഗ്രോത്ത് പ്രൊമോട്ടർ ഓർ ആൻ ഇൻഹിബിറ്റർ. ഓക്കെ, സോ അപ്പൊ പിന്നെ എന്തായിരിക്കും ഇഥൈലിന്റെ റോള്? നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇഥൈലിൻ എന്താണെന്ന്, അല്ലെ? അപ്പൊ ഫ്രൂട്ട് റൈപ്പൻഡ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഇഥൈലിൻ. ഓക്കെ, ഇറ്റ് ഇസ് എ ഗ്യാസ്, ഓക്കെ, ദാറ്റ് ഗെറ്റ്സ് റിലീസ്ഡ് ആൻഡ് ഇറ്റ് കോസസ് ദ സെൽ വാൾ ടു ബ്രേക്ക് ഡൗൺ. അത് കാരണമാണ് പെട്ടെന്ന് നമുക്ക് ഇപ്പം നമ്മൾ പച്ചക്കായ എടുക്കുമ്പോൾ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല, റൈറ്റ്? ബട്ട് നമ്മൾ പഴുത്ത പഴം എടുക്കുമ്പോൾ അത് കുറച്ചും കൂടി സോഫ്റ്റർ ആയിരിക്കും, അല്ലെ? വൈ ഇറ്റ് ഇസ് സോ? ഈ റിലീസ്ഡ് ആയിട്ടുള്ള ഗ്യാസ് it also releases because it is the gas, this gas is in nature. Apart from that, it will be releasing the stored sugar. Okay, അപ്പം ഈ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഷുഗറിനെ റിലീസ് ചെയ്തിട്ട് ഈ ഫ്രൂട്ടിനെ കുറച്ചുകൂടി സ്വീറ്റർ ആക്കുക എന്നുള്ളതാണ് ഇഥൈലിന്റെ പരിപാടി. ഓക്കെ, മേജർ ഫങ്ഷൻ. സോ നമുക്കതിനെ എങ്ങനെ പറയാം? ഫ്രൂട്ട് റൈപ്പനിങ് ഹോർമോൺ ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഇനിയിപ്പം നമ്മൾ ഒരു പിക്ചോറിക്കലി നമ്മൾ എങ്ങനെ അതിനെ നമ്മളൊരു ബനാന കണ്ടു, ഓക്കെ, ആൻഡ് അത് റൈപ്പൻഡ് ആയിട്ടിരിക്കുന്നതും കണ്ടു. അപ്പൊ ഒരു ഫ്രൂട്ട് റൈപ്പൻഡ് ആവുമ്പോൾ കൂടുതൽ ഇഥൈലിൻ ഉണ്ടായിരിക്കും. നമ്മളിപ്പം നിങ്ങളൊരു 1/2 കിലോ പഴം വാങ്ങി ഒരു ബെഞ്ചിന്റെ മുകളിൽ വെച്ച സമയത്ത് അത് പച്ചയായിരുന്നു, അത്ര പഴുപ്പായിട്ടില്ല. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ കളർ മാറുന്ന കാണാൻ പറ്റും, അല്ലെ? സോ വൈ ഇറ്റ് ഇസ് ഹാപ്പനിങ്? ഒരു ഫ്രൂട്ട് റൈപ്പൻഡ് ആവുന്ന സമയത്ത് കൂടുതൽ ഇഥൈലിൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. Okay, and that's why the gas gets released and it accelerates the ripening of other fruits. Okay, അപ്പം എന്ത് സംഭവിക്കും? കൂടുതൽ ഇഥൈലിൻ അവര് റിലീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ആ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു റൈപ്പൻഡ് ആയ ഫ്രൂട്ടിന്റെ അടുത്ത് വേറെ പച്ചക്കായ വെച്ചാലും there are more chances for it to get ripened faster. അപ്പൊ നമ്മളിത് എങ്ങനെ ഓർത്ത് വെക്കും? ഇഥൈലിൻ സോ ഇഥൈലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കാം, തായ്ലൻഡ്. ഓക്കെ, തായ് ഫുഡ്. സോ സ്റ്റോറി ഓവർ ഹിയർ ഇസ് നമ്മൾ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള തായ് ഫുഡ് കഴിച്ചു. അത് നമ്മളെ സ്റ്റൊമക്കിന് ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അത് കാരണം ഗ്യാസിനെ റിലീസ് ചെയ്ത് തുടങ്ങി. ആൻഡ് ദ ഗ്യാസ് സ്റ്റാർട്ട്സ് റൈപ്പനിങ് ദി ബനാന. ഓക്കെ, ഇറ്റ്സ് സോ വിയർഡ്, ബട്ട് യു ക്യാൻ റിമെമ്പർ ഇറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് സോ ഇസ് ഇറ്റ് ഫൈൻ? You know which is the longest word in the world? അറിയോ?
ഏറ്റവും നീളം കൂടിയ ഇംഗ്ലീഷ് ലെറ്റർ അല്ല വേർഡ് ഏതാണെന്ന് അറിയാവോ ആർക്കെങ്കിലും? It's not in your syllabus. I'm just asking. It's a general knowledge question. Any idea? Am I audible? ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്ന് അറിയാവോ ആർക്കെങ്കിലും? I'm just asking because it's not there in your syllabus. Okay, ഞാൻ just general ആയിട്ട് ചോദിച്ചേ ഉള്ളൂ. It is something which is related to your lung disease. കേട്ടിട്ടുണ്ടോ? Have you heard? ആരെങ്കിലും? Anybody? Have you heard regarding pneumono ultra microscopic silicovolcanoconiosis? കേട്ടിട്ടുണ്ടോ ആ word? It has 45 letters. Why no response? Sir, can you hear me? ഞാൻ audible അല്ലാത്തതുകൊണ്ടാണോ? Yes, ma'am, you're audible. Okay. Is there any problem? No, my audio is clear, ma'am. No problem. Okay. So I think it's around 8, but I wanted to discuss regarding human insulin also. It's okay. We'll discuss about human insulin, the biotechnology, that gene replication and all in the upcoming classes, because അത് കുറച്ച് കൺഫ്യൂസിങ് ആയ പോയിന്റ്സ് ആണ്. പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, മിസ് പറ്റുന്നതുപോലെ സിംപ്ലിഫൈഡ് ആയിട്ട് ജീൻ റെപ്ലിക്കേഷനും ഹ്യൂമൻ ഇൻസുലിൻ, ജനറ്റിക്കലി എഞ്ചിനീയർഡ് പോർഷൻസ്, ബയോടെക്നോളജിയിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് പറയാൻ വേണ്ടി മിസ് ശ്രമിക്കാം. അപ്പം അത് പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം നാളത്തെ ക്ലാസ്സും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സിമ്പിൾ ആണ്. നിങ്ങൾ എന്താ പറയാ, ഫിസിയോളജി ലൈക് കമ്പയർഡ് ടു ജുവോളജി, ബോട്ടണി ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ജുവോളജി പോർഷൻസ് ആയിരിക്കും മെജോറിറ്റി ചാൻസസ് എക്സ്ട്രാ പോയിന്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഹ്യൂമൻ ഫിസിയോളജി പോർഷനിലാണ്. ഓക്കെ, അപ്പൊ അത് ഇൻടെക്സ്റ്റൽ ടോപ്പിക്സ് നിങ്ങൾ മാക്സിമം കവർ ചെയ്യുക. ഓക്കെ, ബോട്ടണിയിൽ നിങ്ങൾ എന്താണോ NCERT പറയുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് വായിച്ചാൽ മതി. പിന്നെ ഇവിടുന്ന് ടീച്ചേഴ്സ് ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതേപോലെ പഠിക്കുക. ഓക്കെ, ആൻഡ് യു ഗോ ഓൺ വിത്ത് ദാറ്റ്. സോ ബിക്കോസ് ബോട്ടണി എന്ന് പറയുന്നത് നിങ്ങൾ പ്യോർലി NCERT മാത്രം പഠിച്ചാൽ മതി. അഡീഷണൽ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ജുവോളജി വരുമ്പോൾ മേ ബി അഡീഷണൽ ആയിട്ട് കുറച്ച് 4 or 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അത് എന്ത് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. അപ്പം മാക്സിമം അവിടെ എന്ത് ചെയ്യുക, വെയിറ്റേജിനനുസരിച്ച് NCERT നോക്കി പഠിക്കാം. ഓക്കെ, ഇസ് ഇറ്റ് ഫൈൻ? നമുക്ക് നാളെ ബയോടെക്നോളജി ഫൈൻ ആണോ? വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടോ എക്സ്ട്രാ മിസ് കവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറോട് മെൻഷൻ ചെയ്താൽ മതി. സോ ദാറ്റ് ഐ ഇൻക്ലൂഡ് ദാറ്റ് ഓൾസോ. ഓക്കെ സർ, can I wind up? Yes, ma'am. Thank you so much.